കോഴിക്കോട് കൊയിലാണ്ടിയിൽ ബസ് ഡ്രൈവറെ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി. കൊയിലാണ്ടി സ്വദേശിയായ അമൽജിത്തിനാണ് മർദ്ദനമേറ്റത്. ബസ്സിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയായിരുന്നു ഈ അതിക്രമം. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, ഇത് എപ്പോൾ നടന്ന സംഭവമാണ്? എന്തൊക്കെയാണ് രാഹുൽ വിവരങ്ങൾ? ഉന്മേഷ, കൊയിലാണ്ടിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നടക്കുന്നത്. കോഴിക്കോട് നിന്നും കൊയിലാണ്ടിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഡ്രൈവറായിട്ടുള്ള അമൽജിത്തിനാണ് അതിദാരുണമായി പരിക്കേറ്റിട്ടുള്ളത്. അതായത് സംഭവം പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇങ്ങനെയാണ്. കൊയിലാണ്ടിയിലേക്ക് ഈ ബസ് പോകുമ്പോൾ യാത്രക്കിടെ ഒരു ബൈക്ക് യാത്രക്കാരനുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ആദ്യഘട്ടത്തിൽ അത് വാക്കേറ്റമായിരുന്നു. തുടർന്ന് ബസ് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയതിന് പിന്നാലെയാണ് ഈ സ്കൂട്ടർ യാത്രക്കാരനും അതോടൊപ്പം തന്നെ കുറേ ആളുകളും എത്തിയ ശേഷം ഡ്രൈവറെ അതിക്രൂരമായി മർദ്ദിച്ചത്. വാഹനത്തിന്റെ ബസ്സിന്റെ അകത്ത് കയറിയ ശേഷം മർദ്ദിക്കുന്നു, അതിനുശേഷം പുറത്തിറക്കിയ ശേഷവും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അക്രമികൾ ഒളിവിലാണെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. അതേസമയം വാഹനം എടുക്കുന്നതിനിടെ സ്വകാര്യ ബസ് ഡ്രൈവറുടെ കണ്ണിൽ മണ്ണ് വാരി ഇട്ടതായും ഈ പരിക്കേറ്റ ഡ്രൈവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉന്മേഷ്, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.